വോയിസ് റെക്കോർഡിംഗ് വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന സംഘം, മാഫിയ സംഘം എന്നൊക്കെ പറയുന്നത് പോലെ വോയിസ് കച്ചവട സംഘം. ഈ കൂട്ടരുടെ പ്രത്യേകത എന്തെന്നാണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ പച്ച പിടിച്ചു വരും എന്ന് തോന്നുന്ന ചില ആൾക്കാരെ കണ്ടെത്തുകയും അതല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട ചില ആൾക്കാരെ കണ്ടെത്തുകയും ഇവരുമായിട്ടൊരു സൗഹൃദം കണ്ടെത്തുകയും അതുവഴി ഇവരുടെ പരസ്യമായും രഹസ്യമായും ഒളിഞ്ഞും തെളിഞ്ഞും പല രഹസ്യങ്ങളും ചോർത്തിയെടുക്കുകയും ഫോൺ റെക്കോർഡ് ചെയ്യുകയും ആവശ്യം വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യുന്ന പണിയാണ് ഇവർക്ക്. വോയിസ് റെക്കോർഡുകൾ ഇവർ വിൽക്കുന്നു. ഇനി ആരെങ്കിലും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയോ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്താൽ അവർക്ക് സ്ട്രൈക്ക് കൊടുക്കുക, അവരെ ഡീഗ്രേഡ് ചെയ്യുക, അവരുടെ യൂട്യൂബ് പൂട്ടിക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ റോബിൻ്റെ പരാതിയിൽ പിടിക്കപ്പെട്ടത് വിജിരാജാണ്. വിജിരാജിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് വിവി ഹിയർ എന്ന യൂട്യൂബ് ചാനലുള്ള വിവേകാണ്. വിവേക് മാത്രമല്ല, അവൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ വിവിക്കെതിരെ 2 പേരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഡോക്ടർ റോബിനെ അങ്ങേ അറ്റം ഡീഗ്രേഡ് ചെയ്തിരുന്ന ആരവ് എന്നൊരു പയ്യൻ ഇപ്പോൾ രംഗത്ത് വന്ന് അവൻ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. രംഗത്ത് വന്ന മറ്റൊരാൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന ഒരു സ്ത്രീ ആയിരുന്നു SSS2.0 എന്ന യൂട്യൂബ് ചാനലുള്ള സനു. ഇവരെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യുകയും ഇവരുടെ യൂട്യൂബ് ചാനൽ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കുകയും ചെയ്ത വിവിയും ഇവരുടെ ഗ്യാങ്ങും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ ചേച്ചി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഡോക്ടർ റോബിൻ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ 7 മാസമായി ഞാനും പറയുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി. എൻ്റെ നമ്പർ എവിടുന്നൊക്കെയോ തപ്പിപ്പിടിച്ച് ഇവർ വിളിച്ചു. അതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പറും ഇവർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞങ്ങളുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കി. എന്നോട് അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. എനിക്ക് അവനോട് ദേഷ്യമുള്ളത് കൊണ്ട് പല കാര്യങ്ങളും പറയും. ഞാൻ എന്നെക്കുറിച്ചും പല കാര്യങ്ങളും പറയും. അത് അവർ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനോടും വിളിച്ച് എന്നെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിക്കും. അവനെക്കുറിച്ചും അവൻ പറയും. അതും റെക്കോർഡ് ചെയ്യും. എന്നിട്ട് വിവി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, പ്രശ്നം തീർത്ത് തരാമെന്ന് പറഞ്ഞ് കോൺഫറൻസ് ഇടും. അതും റെക്കോർഡ് ചെയ്യും. ഇവർക്ക് ക്യാഷിന് ആവശ്യം വരുമ്പോൾ എന്നെ വിളിക്കും, ചേച്ചി മറ്റവൻ്റെ ഇന്ന സാധനം ഇരിപ്പുണ്ട്, ഞാൻ ഇതൊന്ന് ഇട്ടോട്ടെ, 5000 രൂപ തന്നാൽ മതി. ഞാൻ അത് സമ്മതിക്കും. അതേപോലെ എൻ്റെ ഫ്രണ്ടിനെയും വിളിക്കും, എൻ്റെ മറ്റേ സാധനം അവരെ കയ്യിലുണ്ട്, 10000 രൂപ തന്നാൽ മതി, ഞാൻ അത് ഇട്ടോട്ടെ എന്ന് ചോദിക്കും. അവനും അത് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കോൺഫറൻസായി സംസാരിച്ച വീഡിയോ ഇവർ ബോണസായിട്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്ത് ഞങ്ങളെ മാക്സിമം ഡിഗ്രേഡ് ചെയ്യും. വിയർപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് ദേഹം അനക്കി ജോലി ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. ഇതിൻ്റെ എല്ലാം മെയിൻ തലവൻ എന്ന് പറയുന്നത് വിവി ഹിയർ എന്ന് യൂട്യൂബ് ചാനൽ നടക്കുന്ന വിവേകാണ്. ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ ജാഫറിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു വന്ന് പിന്നീട് ജാസ്മിൻ ജാഫറിനെ വിറ്റ് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിംഗ് വാങ്ങിച്ചു കൊടുത്ത യൂട്യൂബറാണ് വിവി. വിജിരാജിൻ്റെ കാര്യത്തിൽ എനിക്ക് അല്പം സഹതാപമുണ്ട്. കാരണം അവൻ പാവപ്പെട്ട വീട്ടിലെ അംഗമാണ്. വിവി ശരിക്കും അവൻ്റെ ബുദ്ധിശൂന്യതയെ യൂസ് ചെയ്തു എസ്കേപ്പായി. വിവിയുടെ ചാനലിൽ പണി കിട്ടുമെന്ന് തോന്നുന്ന ഒരു കണ്ടന്റും വരില്ല. വോയിസ് പുറത്തു വിടില്ല. അഫ്സൽ, ജാഫർ, സായ് ഇവരുടെയൊക്കെ വോയിസ് പുറത്തു വിട്ടും. കാരണം ഇവരൊന്നും പ്രശ്നമുണ്ടാക്കില്ല എന്ന് വിവിക്കറിയാം. ഡോക്ടർ റോബിൻ പൊടി ഇവരുടേതൊന്നും വിടില്ല. വിടും എന്ന ഭീഷണി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവൻ വിടും വിജിരാജിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് വിജിരാജിൻ്റെ ചാനലിലൂടെയാണ് പുറത്തു പോയത്. അതുകൊണ്ട് വിവി സേഫ് ആകുകയും ചെയ്യും, വിജിരാജ് കുടുങ്ങുകയും ചെയ്യും. വിജിരാജിനെ ശരിക്കും ചോദ്യം ചെയ്താൽ, വിജിരാജിൻ്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ സൂത്രധാരൻ ആരാണെന്ന് കണ്ടെത്താൻ എളുപ്പം കഴിയും. ഇവരുടെ ഭീഷണിക്ക് ഭയങ്ങാതെ വന്നതിന്, ഇവർക്കെതിരെ വീഡിയോ ചെയ്തതിന്, പ്രതികരിച്ചതിന് എൻ്റെ ചാനൽ ഇതിനു മുമ്പ് ഇവർ സ്ട്രൈക്കാക്കി നശിപ്പിച്ചു. ഡോക്ടർ റോബിനു വേണ്ടി സംസാരിച്ചതിന് ഞാൻ ഒരുപാട് അനുഭവിച്ചു. വിജിരാജ് എന്നെ ഡീഗ്രേഡ് ചെയ്തു. എൻ്റെ കൂടെ നിന്നവർ പോലും എന്നെ വിശ്വസിക്കാതെ, ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് പോലും പലരും എന്നെ വിശ്വസിച്ചില്ല. വിവിയും വിജിരാജും കൂടാതെ വേറെയും ആൾക്കാർ ഇതിന് പിന്നിലുണ്ട്. വിനീത്, അയൺ, ബട്ടർഫ്ലൈ, ചീത്ത വിളിക്കാത്ത തമ്പുരാൻ, ഫോട്ടോഗ്രാഫ്, ജിനോസ്, അതുൽ എന്നിവരാണ് ഇതിന് പങ്കുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സനു തുറന്നു പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇനിയും കുറേ ആൾക്കാർ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു.